ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോടെ പറഞ്ഞിരുന്നു എന്നെ ആരാധിക്കരുതെന്ന്. പക്ഷെ പറഞ്ഞതിനെല്ലാം വിപരീതമായിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ എന്നെ പിടിച്ചൊരു ദൈവം. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അന്ധകാരം നിറഞ്ഞ 19-ാം നൂറ്റാണ്ട്, ജാതിഭേദവും വർണ്ണഭേദവും നിറഞ്ഞ കേരളത്തിന്റെ ദുരവസ്ഥ കണ്ട് നാടിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവും വിപ്ലവകാരിയുമായിരുന്നു ശ്രീനാരായണ ഗുരു. 1888 അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ അദ്ദേഹം അതുവരെയുണ്ടായിരുന്ന കേരള ചരിത്രത്തെ ഒന്നാകെ തിരുത്തിക്കുറിച്ചു. ജാതി ചോദിക്കരുത്, ജാതി പറയരുത്, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വരുത്. കേരളത്തിന് ആ കാലയളവിൽ വളരെയധികം ആവശ്യമായ ഈ പാഠത്തിനപ്പുറം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അതിനായി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ആഗോള ദർശനവും ലോകത്തിനായി സമർപ്പിച്ചു. ആ ദർശനത്തിന് സാക്ഷാത്കാരത്തിനായി 1903 അദ്ദേഹം SNDP യോഗത്തിനും തുടക്കം കുറിച്ചു. പിന്നീട് ശിവഗിരി ആശ്രമം, ആലുവയിലെ സർവമത സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ നടന്നത് സത്യത്തിൽ ആ മഹാനായ വിപ്ലവകാരിയുടെ ദീർഘവീക്ഷണത്തിന്റെ അടയാളങ്ങളാണെന്ന് നിസ്സംശയം പറയാം. മനസ്സിലായില്ലേ? ഞാൻ ഈ സമൂഹത്തിന് അറിവിന്റെ പാഠകം നൽകിയ ഒരു അധ്യാപകനാണ്. വിളക്കുകൾ കൊളുത്തി ആരാധിക്കേണ്ട ദൈവമല്ല.